അടുത്ത IPL സീസണിലേക്ക് നിലവിലെ ടീമിലുള്ള 6 താരങ്ങളെ നിലനിർത്താൻ അനുമതി നൽകി BCCI. താരങ്ങളെ നിലനിർത്തുകയോ അതല്ലെങ്കിൽ റൈറ്റ് ടു മാച്ച് ഓപ്ഷൻ വിനിയോഗിക്കുവാൻ ആണ് അനുമതി നൽകിയിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അനിൽ വാസുദേവ് നൽകും. അനിൽ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇതിൻ്റെ നൂലാമാലകൾ? പറയൂ. ഗുഡ് മോർണിംഗ് SKN. IPL-ന്റെ ഓപ്ഷൻ നവംബറിൽ നടക്കാനിരിക്കുകയാണ്. അതിനു മുമ്പായിട്ടാണ് ഒരു ടീമിന് എത്ര താരങ്ങളെ വരെ നിലനിർത്താം എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നത്. IPL മത്സരങ്ങൾ പോലെ തന്നെ എല്ലാ കാലത്തും ആവേശകരമാണ്. അതിൻ്റെ ഓപ്ഷൻ ആവട്ടെ, ഇല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള താരങ്ങളെ ടീമിലേക്ക് എത്തിക്കുന്നതും ഒക്കെ തന്നെ വലിയ രീതിയിൽ കിടമത്സരങ്ങൾ നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ റിട്ടൻഷൻ എത്ര താരങ്ങളെ വരെ ഒരുപക്ഷെ ടീമുകൾക്ക് നിലനിർത്താം എന്ന കാര്യത്തിൽ ആരാധകർക്ക് വലിയ ആകാംക്ഷയാണ് ഉണ്ടായിരുന്നത്. ഒടുവിൽ അതിനകത്ത് തീരുമാനമായിരിക്കുന്നു. 6 താരങ്ങളെയാണ് നിലനിർത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. താരങ്ങളെ നിലനിർത്തുകയോ അല്ലെങ്കിൽ ഇനി ഓപ്ഷൻ വരുന്ന സമയത്ത് റൈറ്റ് ടു മാച്ച് സമ്പ്രദായ പ്രകാരം അവരെ ടീമിലേക്ക് തിരിച്ചെടുക്കാനുള്ള ഒരു അനുമതിയാണ് നൽകിയിരിക്കുന്നത്. 2022 ഇതിനു മുമ്പ് ഒരു മെഗാ താരലേലം നടന്നത്. അന്ന് 4 താരങ്ങളെ മാത്രമാണ് നിലനിർത്താൻ അനുമതി നൽകിയിരിക്കുന്നത്. അതിലാണ് ഇപ്പോൾ വർധന വന്നിരിക്കുന്നത്. 6 ഉയർത്തിയിരിക്കുന്നത്. ടീമുകളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് ദീർഘകാലമെടുത്ത് വലിയ പ്രോസസ്സിലൂടെയാണ് ഒരു ടീമിൻ്റെ ഒരു കോർ ടീമിനെ പല ടീമുകളും കെട്ടിപ്പടുക്കുന്നത്. പ്രത്യേകിച്ച് മുംബൈ ആകട്ടെ, ചെന്നൈ ആവട്ടെ, അവരൊക്കെ തന്നെ വലിയ വലിയ താരങ്ങളെ നിർമ്മിച്ച അല്ലെങ്കിൽ ആ ഒരു ടീമിനെ സെറ്റാക്കി എടുത്ത ശേഷം പെട്ടെന്ന് താരലേലം വരുന്നതോടുകൂടി അവരുടെ ടീമിനെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് 8 താരങ്ങളെ വരെ നിലനിർത്താൻ അനുമതി വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനൊടുവിൽ അന്തിമ തീരുമാനം ഇന്നലെ ബംഗളൂരുവിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. അങ്ങനെ 6 താരങ്ങളെ നിലനിർത്താൻ. മറ്റ് സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് 5 വർഷം രാജ്യാന്തര തലത്തിൽ നിന്ന് വിരമിച്ച് 5 വർഷത്തിന് ശേഷമുള്ള താരങ്ങളെ അൺക്യാപ്ഡ് പ്ലെയർ, അതായത് ഇതുവരെ കളിക്കാത്ത ഒരു താരമായി അങ്ങനെ ഒരു സ്റ്റാച്ചുറിൽ നിലനിർത്തണം എന്നുള്ളൊരു തീരുമാനത്തിനും അനുമതി നൽകിയിട്ടുണ്ട്. അതായത് ഇത് ഏറ്റവും ഗുണം ചെയ്യുക ഒരുപക്ഷെ MS ധോണിയൊക്കെയായിരിക്കും. ധോണി ഇപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് 5 വർഷത്തിൽ കൂടുതലായി. അദ്ദേഹം ഇപ്പോഴും ഒരുപക്ഷെ ചെന്നൈക്കൊപ്പം അടുത്ത സീസണിലും കളിക്കുമെന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധോണിക്ക് വേണ്ടിയാണ് ഒരുപക്ഷെ ഈ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടാനില്ല. SKN. താങ്ക് യു. അനിൽ വാസുദേവാണ് വിവരങ്ങൾ നൽകിയത്.